മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും നവവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. വർഷം 2025 എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാർത്തിക 2, 3, 4 പാദങ്ങൾ രോഹിണി, മകയിരം 1, 2 പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ വർഷം 2025 നടക്കുന്ന ഗുരുവിൻ്റെ രാശിമാറ്റം, സഞ്ചാരമാറ്റം, ഈ വർഷത്തെ ഗുരുവിൻ്റെ പ്രത്യേക സഞ്ചാരമാറ്റങ്ങൾ, അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ എന്നതിനെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഗുരു നിങ്ങളുടെ 8ഉം 11ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഗുരു ഈ സമയത്ത് വക്രഗതിയിൽ നിങ്ങളുടെ രാശിയിൽ കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 2025 ഫെബ്രുവരി 2 മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. മെയ് 14 ഇടവം രാശിയിൽ നിന്നും നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവം, അതായത് മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം 2.5 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. ഈ പ്രവണതയെ അതിചാരി എന്നും ജ്യോതിഷത്തിൽ പറയാറുണ്ട്, അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ. മിഥുനം രാശിയിൽ ഗുരു ഒക്ടോബർ 18 വരെ ഏകദേശം 5 മാസത്തോളം നിൽക്കുന്നതായിരിക്കും. ഒക്ടോബർ 18 ശേഷം ഗുരുവിൻ്റെ സ്പീഡ് കുറയുന്നതും 3ാം ഭാവമായ കർക്കടകത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. കർക്കടകം രാശിയിൽ ഗുരു നവംബർ 11 വീണ്ടും വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ 5 തിരിച്ച് മിഥുനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഇപ്രകാരം സാധാരണ ഒരു വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗുരു വർഷം 2025 ഇടവം, മിഥുനം, കർക്കടകം എന്നീ 3 രാശികളിൽ കൂടെ സഞ്ചരിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നോക്കാം. 2025 മെയ് 14 വരെ ഗുരു നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് ഗുരു നിങ്ങളുടെ 8, 11, 5, 7, 9 എന്നീ ഭാവങ്ങളിൽ പ്രഭാവം ചെലുത്തുന്നതായിരിക്കും. 8ഉം 11ഉം ഭാവങ്ങളുടെ അധിപനാണല്ലോ ഗുരു. അതുകൂടാതെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് 5, 7, 9 എന്നീ ഭാവങ്ങളിലുമായിരിക്കും. 2025 ആദ്യത്തെ 4.5 മാസം ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും. 5ൽ ദൃഷ്ടി പതിക്കുന്നത് ഷെയർ മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കുവാൻ ഇടയാക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. 7ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് വ്യാപാരി വ്യവസായികൾക്ക് ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കും. ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. 9ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും. അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭസമയമായിരിക്കും ഇത്. പൊതുവെ പറയുകയാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിലെ 4 മാസത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. മെയ് 14 ശേഷം ലാഭസ്ഥാനാധിപൻ ഗുരു ധനസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് സാമ്പത്തിക വരുമാനത്തിൽ വൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. എങ്കിലും ഗുരു നിൽക്കുന്ന ഭാവത്തിൻ്റെ ഫലങ്ങളിൽ കുറവ് വരുത്തുന്നതായിരിക്കും.
വരുമാനം വർദ്ധിക്കുമെങ്കിലും അത് ലീഗൽ വഴികളിൽ കൂടെ മാത്രമേ ആകാൻ പാടുള്ളൂ. കാരണം ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ രാഹു നിങ്ങളെ വളഞ്ഞ വഴികളിൽ കൂടെ വരുമാനം ഉണ്ടാക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വന്ന പൈസ അതുപോലെ പോവുകയും മറ്റ് പ്രശ്നങ്ങളിൽ അകപ്പെടാനും സാധ്യതകൾ ഉണ്ടാകും. ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. ലാഭസ്ഥാനാധിപൻ്റെ ദൃഷ്ടി 6-ൽ പതിക്കുന്നത് ലോണിനും മറ്റും ശ്രമിക്കുന്നവർക്കത് പെട്ടെന്ന് ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് ആവശ്യത്തിലധികം ലോൺ എടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ 5 ലക്ഷം രൂപയുടെ വെഹിക്കിൾ ലോണിന് ശ്രമിക്കുകയാണെന്ന് ധരിക്കുക. ലോൺ നൽകുന്ന ഏജൻസി ആകർഷക നിബന്ധനകളിൽ 10 ലക്ഷം രൂപ വരെ നൽകാൻ തയ്യാറാകും. പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ കടമെടുക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. 8-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും. ഇത് ഷെയർ മാർക്കറ്റ്, ഇൻഷുറൻസ്, കുടുംബസ്വത്ത്, ഇതൊന്നുമല്ലെങ്കിൽ കടം കൊടുത്തതും കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയുമൊക്കെ ആകാം. ഈ സമയത്ത് സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോഴും കുറച്ച് ശ്രദ്ധയുണ്ടായിരിക്കണം. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും കഴിയുന്നത്ര ദൂരം പാലിക്കുന്നത് നല്ലതായിരിക്കും. ഒക്ടോബർ 18-ാം തീയതി ഗുരു 3-ാം ഭാവമായ കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഇവിടെ ഗുരു വക്രഗതിയിലാകുന്നതുമായിരിക്കും. ഈ സമയത്ത് ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി ബന്ധം നല്ലതാകുന്നതാണ്. 9-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും. 7-ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ബിസിനസ്സിൽ ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കും. സാമ്പത്തിക സ്ഥിതികളിൽ പുരോഗതി ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി നിങ്ങളുടെ 11-ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് നിങ്ങളുടെ ലാഭസ്ഥാനവും ഗുരുവിൻ്റെ സ്വരാശിയുമാണ്. ഈ സമയത്ത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതിനോടൊപ്പം ബിസിനസ്സിലും കരിയറിലും പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും. ഇത് ഉപജയസ്ഥാനമാണ്. ഈ സമയത്ത് ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് കരിയർ, ബിസിനസ്, പേഴ്സണൽ ലൈഫ് എന്നിവയിലൊക്കെ ആകാം. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതും കിട്ടാതെ പോയതുമായ എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. മെയ് 14-ാം തീയതി മുതൽ ഒക്ടോബർ 14-ാം തീയതി വരെയുള്ള സമയത്ത് ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് സാവകാശം വേണം ചെയ്യുവാൻ. അല്ലാത്തപക്ഷം ഗുരുവിൻ്റെ ശുഭഫലങ്ങളിൽ കുറവുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇതാണ് വർഷം 2025 ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.